ഞാൻ പറഞ്ഞില്ലേ ആള് മിടിക്കുക. പിന്നെ നാക്കിന് അല്പം നീള കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ഞാൻ മെരുക്കിയെടുത്തോളാം. രാവിലത്തെ ടിഫിൻ സൂപ്പർ ആണ്. നാണിയമ്മേ, എന്താ നിങ്ങളുടെ പാചകത്തെ പറ്റി അമ്മായി അഭിപ്രായം പറയുകയായിരുന്നു അല്ലേ അമ്മായി? എന്റെ കൈപ്പുണ്യം എന്താണെന്ന് കൊച്ചമ്മ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോഴാ ശരിക്കും അറിയാൻ പോണത്. വരാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നത് എന്തിനാ? അങ്ങോട്ട് ചെയ്തോണ്ടാ മതി. ഒരുമാതിരി കോല് വെക്കുന്ന വർത്താനം പറയരുത്. കഞ്ഞിവെള്ളം കൊണ്ടേ 7 തരം സൂപ്പ് ഉണ്ടാക്കുന്നവളാ ഞാൻ. കഞ്ഞിവെള്ളം കൊണ്ട് 7 തരം സൂപ്പോ? എന്താ? കഞ്ഞി സൂപ്പ്. ഈ ഹോട്ടലിലൊക്കെ ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, ആ സൂപ്പ്, ഈ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി കുടിച്ചിട്ട് 50, 60, 65 കൊടുത്ത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നൊരു വിചാരം എന്താ? സാക്ഷാൽ കോഴിയുടെ, മാട്ടിന്റെ, ആടിന്റെ ഒറിജിനൽ ജ്യൂസാണെന്നാ. അല്ല, വെള്ളം, വെറും കഞ്ഞിവെള്ളം. സത്യമായിരിക്കും. കാരണമേ ഇവര് കുറച്ചുനാൾ കരാത്തെ ചാമ്പ്യൻ ബ്രൂസ്ലിയുടെ കൂടെ ആയിരുന്നേ ജപ്പാനിലെ. അതേ കൊച്ചമ്മേ, ആ ഡൂക്കിലേക്ക് എപ്പോഴും സൂപ്പ് കുടിക്കണം. ഞാൻ തലേ ദിവസം കഞ്ഞിവെള്ളത്തില് ഓരോ കളറും മസാല ഒക്കെ ചേർത്ത് കൊടുക്കും. ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, ചേര സൂപ്പ് എല്ലാം കഞ്ഞിവെള്ളത്തിലാ. ചേര സൂപ്പോ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അയ്യോ, മഞ്ഞച്ചേര പിടിച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിച്ച സ്വർണത്തിന്റെ നിറവും ഉരുക്കിന്റെ ബലവും കിട്ടുന്ന പറയുന്നേ. ആ ഡൂക്കിൽ സാറാ എനിക്ക് ജപ്പാൻ നാണിന്ന് പേരിട്ടത്. ശരി ശരി, ജോലി നടക്കട്ടെ, വരൂ. ആ